മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നലെ എന്റെ പഴയ ഡയറി എല്ലാം മറച്ചു നോക്കിയപ്പോ വെൺമണി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രഭാഷണം നടത്തിയ അനുഭവം ഞാൻ കാണുകയുണ്ടായി. കുറെ കാലങ്ങൾക്ക് മുമ്പാണ്. ഇതൊരു ഓണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം, ഉത്രാടം. തിരുവോണത്തിന് തൊട്ടു മുമ്പുള്ള ഉത്രാടത്തിനാണ്. ഞാനിവിടെ പ്രഭാഷണത്തിന് പോയപ്പോ വെൺമണി എന്ന് പറയുന്ന സ്ഥലത്ത് അത്ഭുതകരമായിട്ട് കണ്ട കേട്ട ഒരു വസ്തുത, 2-3 അംബാസിഡർ കാറുകളില് മൈക്ക് സെറ്റ് വെച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് പല സ്ഥലത്തും കറങ്ങി അനൗൺസ്മെന്റാണ്. യേശു ക്രിസ്തു മഹാബലിയാണ്, മഹാബലി യേശു ക്രിസ്തുവാണ്. ഈ തിരുവോണ നക്ഷത്രത്തില് കേരളം കാണാൻ വരുന്ന രാജാതിരാജനായ യേശുദേവനാണ് മഹാബലി, മഹാബലിയാണ് യേശുദേവൻ. ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. പിന്നെ മഹാബലിയെ പുകഴ്ത്തുന്ന ആ പുകഴ്ത്തുന്ന വരികളെ യേശു ക്രിസ്തുവിലൂടെ വിവരിക്കുന്ന, യേശു ക്രിസ്തുവിനെ പുകഴ്ത്തുന്ന, അത് മഹാബലിയിലൂടെ വിവരിക്കുന്ന ആ അനൗൺസ്മെന്റ് ഇങ്ങനെ നിരന്തരം വീറോടുകൂടി നടക്കുന്നുണ്ട്. ഇപ്പൊ ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു എന്റെ പ്രഭാഷണം. ധാരാളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാറില് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന 1-2 പേര് നേരെ റോഡ് സൈഡിലെ ഓപ്പൺ ഗ്രൗണ്ടിലായിരുന്നു എന്റെ പ്രഭാഷണം. അതുകൊണ്ട് കാർ അവിടെ നിർത്തിയിട്ട് ഒരു പേപ്പർ സ്റ്റേജിലേക്ക് നേരെ കയറി വന്ന് എന്റെ കയ്യിൽ തരികയുണ്ടായി. എന്നിട്ട് അതൊന്ന് വായിക്കാൻ പറഞ്ഞു. ഞാൻ പ്രഭാഷണം തുടങ്ങിയിട്ടില്ല. തുടങ്ങുന്നതിന് മുമ്പാണ് സ്വാഗത പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തന്നത്. അവിടെ കൂടിയിരുന്ന ആൾക്കാർക്ക് സംശയമായി. ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഇങ്ങനെ ഒരു നോട്ട് കൊടുക്കുന്നത് അനുവദിക്കണമോ വേണ്ടയോ എന്ന്. ഏതായാലും ഞാനത് കസേരയിലിരുന്ന് വെറുതെ മനസ്സിൽ വായിച്ചു. അപ്പൊ എല്ലാവർക്കും ആകാംക്ഷയായി, ഇയാൾ എന്താണ് എഴുതിയിരിക്കുന്നത്, ഇയാൾ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പൊ ഞാനത് എന്റെ പ്രഭാഷണ ആരംഭത്തില് ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു മഹാബലിയാണ്. ആ യേശു ക്രിസ്തു കേരളം കാണാൻ വരുന്ന രാജാവിന്റെ രാജ, കിങ് ഓഫ് ദി കിങ്സ്, രാജാതിരാജനാണ്. ആ മഹാബലിയെ, യേശുദേവനെ നാളെ നമുക്ക് എല്ലാ ഗ്രഹങ്ങളിലും പൂവിട്ട് സ്വീകരിക്കാം. ഇതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? ഇതാണ് ചോദ്യം. ഞാൻ പറഞ്ഞു, വളരെ നീളത്തിൽ മൈക്ക് വെച്ചിട്ടുണ്ട്. ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചും മഹാബലിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും സുദീർഘമായിട്ട് എന്റെ പ്രഭാഷണം തീരാറാവുമ്പോൾ ഒരു 5 മിനിറ്റ് വിവരിക്കാം. അത്രയും നേരം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. ഈ സുദീർഘമായിട്ട് അവസാനത്തിൽ വിവരിക്കാമെന്ന് പറഞ്ഞപ്പോ കുറെ ആൾക്കാർക്ക് ആകാംക്ഷയായി. ഇപ്പൊ ദൂരെ നിന്നവരും ഇരുന്നവരും ഇതുമായിട്ട് വലിയ ബന്ധമില്ലാത്തവരുമൊക്കെ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന മൈക്കിൽ നിന്ന് അത് കേട്ട് സാവധാനത്തിൽ ഈ പ്രഭാഷണം കേൾക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ എന്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വിവരിച്ചു കൊടുത്തു. ശരിക്ക് യേശു ക്രിസ്തു മഹാബലിയാണ്. മഹാബലി ചക്രവർത്തിയുടെ 2, 3, 4, 5 പോയിന്റ് പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ പോയിന്റ് പറഞ്ഞു. തമ്മിൽ ഞാൻ ബന്ധപ്പെടുത്തിയില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇനി ഈ യേശു ക്രിസ്തുവാണ് ഗുജറാത്തിലെ ബാറൂക്ക് എന്ന് പറയുന്ന ഭൃഗു കച്ച എന്ന് പറയുന്ന രാജ്യഭാഗം ഭരിച്ചിരുന്നത്. അതാണ് മഹാബലി ചക്രവർത്തി. ആ മഹാബലി ചക്രവർത്തിയാണ് യേശു ക്രിസ്തു എന്ന് അംഗീകരിക്കാൻ കേരളീയർക്ക് ഒരു പ്രശ്നമില്ല, ഹിന്ദുക്കൾക്ക് ഒരു പ്രോബ്ലം ഇല്ല. മഹാബലി തന്നെയാണ് യേശു ക്രിസ്തു, യേശു ക്രിസ്തു തന്നെയാണ് മഹാബലി എന്ന് പറയാൻ ഇപ്പൊ ഈ അംബാസിഡർ കാറിൽ വന്നവര് നല്ലോണം കൈയടിച്ചു. സദസ്സിലിരുന്നവർക്ക് അതല്പം രുചിച്ചില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ശരി, ഹൈന്ദവ ദേവതാ സങ്കല്പത്തില് ഋഗ്വേദത്തിൽ വിവരിക്കുന്ന സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വദോർത്വാത്യതിഷ്ഠ ദശാങ്കുല പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വസ്യേശാനഃ യതന്നേനാതിരോഹതി ഏതാവാനസ്യ മഹിമ. ആ മഹിമ നിറഞ്ഞ പ്രപഞ്ച പുരുഷ ചൈതന്യമായ മഹാവിഷ്ണുവിന്റെ
മഹാഭാരതത്തില് വിശ്വം വിഷ്ണു ഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭോ ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞമോക്ഷതയേവച എന്ന് വിവരിക്കുന്ന വിഷ്ണു സഹസ്രനാമത്തിലും പിന്നെ സാധാരണക്കാരുടെ പ്രാർത്ഥന ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം അല്ലെങ്കിൽ വിശ്വാകാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനുഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം. ആ വിഷ്ണു, ആ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് വാമനൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന രാമോ രാമശ്ച കൃഷ്ണ കൽക്കി ഇതി തേജശ. 10 അവതാരങ്ങളില് വാമനാവതാരം മഹാവിഷ്ണുവിന്റെ. ആ മഹാവിഷ്ണുവിന്റെ കാല് വെക്കാൻ തലകുനിച്ചു കൊടുത്ത അതേ യേശുക്രിസ്തു തന്നെയാണ് മഹാബലി. മഹാവിഷ്ണുവിന്റെ കാല് നിലത്ത് വെക്കുന്നതിന് പകരം യേശുക്രിസ്തു തലകുനിച്ചു വെച്ചു, എന്റെ തലയിൽ വെച്ചോളാൻ പറഞ്ഞിട്ടാണ്. അത്രയും ത്യാഗസമ്പന്നനായ യേശുക്രിസ്തുവിനെയാണ് മഹാവിഷ്ണു കാലുകൊണ്ട് ചവിട്ടിയത്. ഇനി ക്രിസ്ത്യാനികളുടെ ഉത്തരവാദിത്വമാണ് ഈ യേശുക്രിസ്തു തന്നെ അല്ലേ മഹാവിഷ്ണുവിന് കാല് വെക്കാൻ തല കുനിച്ചു കൊടുത്തത് എന്ന് 2 മിനിറ്റ് കൊണ്ട് അംബാസിഡർ കാറില് പ്രക്ഷേപണവും ഇതുപോലെ തന്നെ പ്രഖ്യാപനവും നടത്തിയിരുന്നവർ വിട്ടുപോവുകയും ചെയ്തു. പിന്നെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് കേൾക്കുകയും ചെയ്തു. ചിലതാണെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിട്ട് പലതുമൊക്കെ പറയുമ്പോ ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞ മാതിരി യേശുക്രിസ്തു പ്രജാപതിയാണ്. നമുക്കിപ്പോ 3 പ്രജാപതികളോ 18 പ്രജാപതികളോ ഒക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ യേശുക്രിസ്തു എന്ന പ്രജാപതി എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലാത്ത പലതും ആണെന്നും പറഞ്ഞ് ഈ കള്ളത്തരം മാത്രം ചെയ്തും പ്രവർത്തിച്ചും പ്രചരിപ്പിച്ചും മതം മാറ്റം നടത്തുന്ന വ്യക്തികളൊന്ന് ആലോചിക്കണ്ടേ? ഇതിനൊക്കെ തിരിച്ചാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? എല്ലാ ഹിന്ദുക്കളും മണ്ടന്മാരല്ല, അവർക്കും കുറെയൊക്കെ ബുദ്ധിയുണ്ട്. നിങ്ങളും പണ്ട് ഹിന്ദുക്കളായിരുന്നു. അവിടുത്തെ ഇസ്രായേലിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ചവറ്റുകൊട്ടയിലിട്ട സാധനമാണ് ഇവിടെ കാശ് കൊടുത്ത് ഇവിടെ വിൽക്കുന്നത്. മതത്തിന്റെ പേരിലും അധികാരത്തിന്റെ പേരിലും ദൈവത്തിന്റെ പേരിലും യേശുക്രിസ്തുവിന്റെ പേരിലും. അതിനെന്തിനാ ഇവിടത്തേത് എടുക്കുന്നത്? അതിന് തന്നെത്താനെ മഹത്വം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പ്രചരിപ്പിച്ചാൽ പോരെ. ഇതിനകത്ത് അതുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഇത് പൂജിച്ചാൽ പോരെ. അതെന്തിനാ പൂജിക്കാൻ പോണത്? ഭവിഷ്യപുരാണത്തിൽ മുഹമ്മദ് നബിയെയും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഭവിഷ്യപുരാണം പൂജിച്ചാൽ പോരെ. എന്തിനാ വിദേശത്തെ യേശുക്രിസ്തുവിനെയും വിദേശത്തെ പ്രവാചകനെയും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്? എന്തിനാ? വേദത്തിൽ പറയുന്ന പ്രജാപതി യേശുക്രിസ്തുവാണ്. എന്നാ പിന്നെ വേദം പഠിച്ചാൽ പോരെ. അവിടെ വിദേശത്ത് അവനവൻ ചെയ്ത കുഴപ്പത്തിന് കുരിശിലേറിയ ആ മനുഷ്യനെ എന്തിനാ ഇങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്തിട്ട് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നത്? ഇവിടെ വിഷ്ണു ഉണ്ടെങ്കിൽ, ഇവിടെ വേദത്തിൽ അതുണ്ടെങ്കിൽ വേദം പഠിച്ചാൽ പോരെ. അവിടുത്തെ ബൈബിൾ ഇവിടെ കൊണ്ടുവരണോ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കഴിവുള്ളവർ കൂടി ഉണ്ടെന്ന് ധരിച്ചിട്ട് വല്ലതുമൊക്കെ പറയുന്നതല്ലേ നല്ലത് എന്ന് കൂടി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വെൺമണിയിലെ എന്റെ പ്രഭാഷണം നിർത്തിയത്. നമുക്കും ചിലതൊക്കെ പറയാൻ സാധിക്കണം. പഠിക്കണം, പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം, പ്രവർത്തിക്കണം, പ്രതികരിക്കണം. പ്രണാമം, നമസ്കാരം.